നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുകാർക്കിടയിൽ നടന്ന ചർച്ച അലസിപ്പിരിഞ്ഞു. എന്നാൽ പറ്റിയ പരിക്കൊന്നും പുറത്തു കാണിക്കാതെ കോൺഗ്രസ് നേതാക്കന്മാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് തടി തപ്പി എന്ന് വേണം പറയാൻ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഹൈക്കമാൻഡുമായി ആലോചിച്ച ശേഷമായിരിക്കും തീരുമാനം മാധ്യമങ്ങളെ അറിയിക്കുക എന്ന പേരും പറഞ്ഞാണ് രക്ഷപ്പെട്ടതെങ്കിൽ PV അൻവർ ഇടതുപക്ഷവും BJPയും ചേർന്ന് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്നും ആ ഉപതിരഞ്ഞെടുപ്പ് ഇല്ലാതാക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് താൻ മുൻപേ പറഞ്ഞ കാര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് എന്നുമാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തിരഞ്ഞെടുപ്പ് തീയതി തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല, നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ പിന്നെ സ്ഥാനാർത്ഥിയെ പറ്റി പറയേണ്ട കാര്യമില്ല എന്നാണ് അൻവറിന്റെ വാദം. എന്നാൽ ആര്യാടൻ ഷൗക്കത്തിനെയാണല്ലോ കോൺഗ്രസുകാർക്ക് താല്പര്യം എന്ന ചോദ്യത്തിനോട് അൻവർ തിരഞ്ഞെടുപ്പ് തീയതി തന്നെ പ്രഖ്യാപിക്കാത്ത സ്ഥിതിക്ക് പിന്നെ സ്ഥാനാർത്ഥി ആരാകണമെന്ന കാര്യത്തിലുള്ള ചർച്ചകൾക്ക് പ്രസക്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. അൻവറിനെ ജോയിയെ നിർത്തുന്നതിനോടാണല്ലോ താല്പര്യം എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് മോഹങ്ങളില്ലേ, എനിക്കും അതുപോലെ ചില ആശകളൊക്കെ ഉണ്ടാകുമെന്ന് കരുതി എല്ലാം നടക്കണമെന്നുണ്ടോ എന്ന നിരാശ കലർന്ന ഉത്തരമാണ് പങ്കുവച്ചത്. അതിനു പുറമെ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതും തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടതും കോൺഗ്രസ് പാർട്ടിയാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ട് തനിക്ക് അതിൽ മറ്റൊന്നും പറയാനാകില്ലല്ലോ എന്ന സൂചനയും അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചു. വലിയ വീറും വാശിയും കാണിച്ചാണ് ഇടതുപക്ഷത്തു നിന്ന് കോൺഗ്രസ് അനുഭാവിയായി ചാടി എന്തോ വലുതൊക്കെ നേടിയെടുക്കാമെന്ന് കരുതി പോയത്. ഇപ്പോൾ കക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല എന്ന അവസ്ഥയിലാണ് അൻവറിന്റെ കാര്യം. ഇടതുപക്ഷത്തിന് വളരെ സ്വീകാര്യനായ ഒരു നേതാവ് തന്നെയായിരുന്നു താനെന്നും തന്റെ ഒരൊറ്റ കഴിവ് കൊണ്ടാണ് ഇടതുപക്ഷം കേരളം ഭരിക്കുന്നത് എന്ന് പോലുമുള്ള വലിയ വീരവാദങ്ങളൊക്കെയായിരുന്നു അൻവറിന്റെ വായിൽ നിന്ന് പുറത്തു വന്നത്. ഇതൊക്കെ വിശ്വസിച്ചാണ് അൻവറിനെ UDF കൂടെ കൂട്ടിയത്. എന്നാൽ കൃത്യസമയം നോക്കി കുറുക്കന്റെ കൂർമ്മ ബുദ്ധിയോടുകൂടി UDFകാരുടെ കഴുത്തിൽ കുരുക്കിടുന്ന പോലെ താൻ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെന്നും തന്റെ പാർട്ടിക്ക് UDF പ്രവേശനമെന്നുമുള്ള കാര്യത്തിൽ അൻവർ ഉറച്ചു നിന്നതോടെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇത്ര കണ്ട് ജനശ്രദ്ധ ആകർഷിക്കാൻ ഇടയാക്കിയത്. സ്ഥാനാർത്ഥി ആരാകണമെന്ന കാര്യത്തിൽ അൻവർ ഒരു നിലപാടും കോൺഗ്രസ് മറ്റൊരു നിലപാടും എടുത്തതോടുകൂടി ഈ രണ്ട് സ്ഥാനാർത്ഥികളും തമ്മിൽ സ്ഥാനാർത്ഥി എന്ന പിടിവാശിയിൽ മത്സരം ആരംഭിക്കുകയും ചെയ്തു. വളരെ ശ്രമകരപ്പെട്ടാണ് UDF നേതാക്കൾ ഈ സ്ഥാനാർത്ഥികളാകാൻ പരിഗണിക്കപ്പെട്ട രണ്ടുപേർക്കും ഇടയിലുള്ള പിടിവാശി ഒന്ന് അയച്ചെടുത്തത് തന്നെ. അതിന് പിന്നാലെയാണ് അൻവറിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ലീഗ് നേതൃത്വവും അൻവർ അല്ല UDFലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടതെന്ന ശക്തമായ നിലപാടിൽ നേതാക്കന്മാരും മുന്നോട്ട് വന്നത്. അത് പറയാൻ താൻ ആരാടോ എന്ന് തന്നെയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം അൻവറിന്റെ മുഖത്ത് നോക്കി ചോദിച്ചത്. ഒറ്റയ്ക്കാണെങ്കിൽ കോൺഗ്രസിലേക്ക് വരാമെന്നും പാർട്ടിയുമായി കോൺഗ്രസിലേക്ക് വരുന്ന കാര്യം സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ടെന്നും കോൺഗ്രസ് നേതൃത്വം തീർത്ത് പറഞ്ഞതും ഇടതുപക്ഷം അൻവറിന് ഒരു പുൽക്കൊടിയുടെ വില പോലും തങ്ങൾ കൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളിയതും PV അൻവറിനെ ആകെ പ്രതിസന്ധിയിലാക്കി. ഇനി ഓടിക്കയറാൻ BJP പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ അൻവറിന്. ഇടതും വലതും ചവിട്ടി പുറത്താക്കിയിട്ട് BJPയിലേക്ക് കയറി ചെല്ലാമെന്ന് കരുതിയാൽ രാജീവ് ചന്ദ്രശേഖർ പുറംകാലിന് തട്ടുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് കിട്ടിയ ഇടത്ത് ഇനി എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ചു നിൽക്കുക എന്നത് മാത്രമാണ് അൻവറിനുള്ള ഏക പോംവഴി. ആകെ നിരാശ ബാധിച്ചിട്ടുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് നടക്കട്ടെ എങ്ങനെയെങ്കിലും എന്ന മട്ടിൽ തന്നെയാണ് ഇപ്പോൾ അൻവർ നിൽക്കുന്നത്. എങ്കിലും തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമ്പോൾ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന കാര്യത്തിൽ അൻവറിന്റെ പിടിവാശി സടകുടഞ്ഞെഴുന്നേൽക്കുമെന്ന് വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഇതിപ്പോൾ കോൺഗ്രസുകാർ ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെയായി. ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞ് ഇടതുപക്ഷത്തിന് അൻവറിനെ ഒട്ട് തിരിച്ചു കൊടുക്കാനും കഴിയില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഇതുപോലൊരു പാമ്പിനെ എടുത്ത് തോളത്തിടാൻ ഇടതുപക്ഷം ഒരിക്കലും ഇനി തയ്യാറാകില്ല. മാൻഡ്രേക്കിന്റെ തല സമ്മാനമായി കിട്ടിയ അവസ്ഥയിലാണ് UDF. ഏറ്റെടുക്കാൻ ഇടതുപക്ഷവും തയ്യാറല്ല, വെറുതെ തന്നാലും വേണ്ട എന്ന് BJPയും പറയുമ്പോൾ അൻവറിന്റെ പിന്തുണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുകാർക്ക് അതിപ്രധാനമാണ്. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും വരെ കോൺഗ്രസ് സമാധാനപൂർണമാണ് എന്ന് പ്രത്യാശിക്കാം. അത് കഴിഞ്ഞ് ഇനി വെടിവയ്പും പുകയും ഒക്കെ കാണാം.